നമസ്കാരം ശ്രീ ബ്രിഗേഡിയർ വേണു നായർ. ഇപ്പോൾ കരുത്തുറ്റ ഒരു ആക്രമണം തന്നെ, ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ കരുത്ത് എത്രത്തോളമാണ് എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും വ്യക്തമായ കാര്യവുമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് മനസ്സിലാക്കിയിട്ടും ഇറാൻ വീണ്ടും ഒരു തിരിച്ചടിക്ക് മുതിരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വന്ന പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള കരുത്ത് ഇറാൻ ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുമ്പോൾ തന്നെ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അത് എത്രത്തോളം ഗുരുതരമായിരിക്കും എന്നുള്ള ആശങ്കയാണ് ലോകത്തിന് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയുടെ ഈ അവരുടെ ബോംബാക്രമണം ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പോ 2-3 ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവർക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് പുള്ളി തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അപ്രതീക്ഷിതമായ ആക്ഷനാണ്. ഇസ്രായേല് ഇറാനെ ആക്രമിച്ച പോലെ തന്നെയാണിത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ്സും ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉള്ളത് ഫോർഡോൺ, നത്താൻസ്, പിന്നെ ഒരു ഇഷാഫാൻ എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളിലാണ്. അതിൽ ഏറ്റവും ദുർഘടമായ സ്ഥലം നമ്മൾ എല്ലാവരും, ലോകത്തിലെല്ലാവരും, നമ്മുടെ ചാനലുകളും എല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫോർഡോണിലെ അവരുടെ കേന്ദ്രീകരണമാണ്. അവിടുത്തെ SNDSUഗും അവിടുത്തെ ഫ്യൂവൽ എൻറിച്ച്മെന്റും ഒക്കെ ആണല്ലോ. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് പർവ്വത പ്രദേശത്ത് ഏതാണ്ട് ഒരു 250 മുതൽ 300 അടി താഴ്ചയിലാണ് ഉണ്ടായിരുന്നത്. അതിനെ അവിടം വരെ എത്താനുള്ള B-2 ബോംബേഴ്സ്, അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള B-2 ബോംബേഴ്സും അതിനുള്ള ബങ്കബസ്റ്റർ അമ്യൂണിഷൻ GBU-57 എന്ന് പറയുന്ന ബോംബർ ഏതാണ്ട് 30,000 പൗണ്ട്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി US-നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇസ്രായേൽ പറയുന്നുണ്ടായിരുന്നു ഇവരെ ഞങ്ങളെ സഹായിക്കണം, ഇവരുടെ ഈ ഒരു ന്യൂക്ലിയർ ടെററിസത്തിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യത 100% ഉണ്ടെന്ന് കരുതിക്കൊണ്ടാണ് ഇസ്രായേൽ അത് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക ഏതായാലും ചെയ്ത കാര്യം ലോകത്തിന് തന്നെ നല്ല കാര്യമാണ്. ഇപ്പോൾ അവര് ഒരു ന്യൂക്ലിയർ പവർ ആയിരുന്നെങ്കിൽ നോട്ട് ഓൺലി ഫോർ ഇസ്രായേൽ, കംപ്ലീറ്റ് വേൾഡിനൊരു ത്രെറ്റ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ ഒരു ഒന്നുമില്ലാത്തൊരു ജൂതന്മാരുള്ള ഒരു വിദ്വേഷം ഇറാനിൽ ഉണ്ടാക്കിയതും അവര് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു US എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് ഒരു രാഷ്ട്രത്തിന് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റിയ ഒരു തിയോക്രാറ്റിക് രാഷ്ട്രമായിട്ടാണ് ഇറാൻ നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ, അവരുടെ ഇത് എത്രത്തോളം അവരുടെ നിരായുധീകരണത്തിന്, ന്യൂക്ലിയർ നിരായുധീകരണത്തിന് കാര്യമായിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ ഈ ഫോർഡോൺ എന്നുള്ള സ്ഥലത്ത് നിന്നുള്ള സാറ്റലൈറ്റ് പിക്ചറൊക്കെ എത്രത്തോളം വിൽ ബി കറക്റ്റ് എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയും താഴ്ചയിലാണ്, എത്ര ഡാമേജ് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഏകദേശം ഇനിയൊരു ഉടമ്പടിയിലേക്കോ ഒരു ഡിസ്കഷനിലേക്കോ ഇറാനെ കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. പക്ഷേ ഇപ്പോ പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ടായിരിക്കും അവരുടെ നേതാക്കൾ പറയുന്നത് അവര് തിരിച്ചടിക്കും എന്നുള്ളത്. തിരിച്ചടിക്കാനുള്ള അവരുടെ കയ്യിലൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് എങ്ങനെയുണ്ടെന്നൊരു 24 hours നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അമേരിക്കയെ തിരിച്ചടിക്കാൻ മുതിർന്നില്ലെങ്കിലും ഇസ്രായേലിലേക്കുള്ള ആക്രമണം ശക്തമാക്കിയാലും മതിയല്ലോ. അങ്ങനെയെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, മലയാളികളുള്ള പ്രദേശമാണ്, രാജ്യമാണ്. പക്ഷെ അതിനപ്പുറം നമുക്കറിയാം ഇസ്രായേൽ എത്രത്തോളം കരുത്തുറ്റ രാജ്യമാണ്. അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഈ ആക്രമണങ്ങളെ തടുക്കാൻ വേണ്ടി സജ്ജമാണ്. അപ്പോൾ അത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ഇപ്പോ അവര് ഒരു കണക്കനുസരിച്ച് ഇസ്രായേലിന്റെ ഒരു 50% കരുത്ത്, അവരുടെ മിസൈൽ ലോഞ്ചറുകൾ, മിസൈൽ മേക്കിംഗ് ഫാക്ടറീസ്, അതിന്റെയൊക്കെ ഒരു 50% ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു പൊതുവെ ഒരു കണക്കുകൂട്ടൽ നടക്കുന്നത്. എന്നാലും ഈ 50%വും അവരുടെ ഹൈപ്പർസോണിക് കേപ്പബിലിറ്റി ഒക്കെ അവർ കാണിച്ചതാണ്. ക്ലസ്റ്റർ ബോംബിന്റെ കേപ്പബിലിറ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിനേക്ക് അവർ വിത്തിൻ റീച്ച് ആണ്. നമ്മളും കണ്ടതാണ് ഒരു
10% കൂടുതൽ അവർ ഡോമിനെയൊക്കെ കടന്നുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതുണ്ടല്ലോ. ഒരു 90% ഇപ്പൊ അത് 90% കുറഞ്ഞതാണ് അവരുടെ ആ ഒരു ഡിഫെൻസീവ് കേപ്പബിലിറ്റി. അപ്പോൾ ഇസ്രായേലിന്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ്, ചെറിയ രാജ്യമാണ്. അപ്പോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജസും അതുപോലെ ജനതയ്ക്കുള്ള പബ്ലിക്കിനുള്ള ഡാമേജ് കൂടുതൽ നമ്മുടെ ഇന്ത്യൻസും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ തീർച്ചയായിട്ടും പിന്നെ ഇതൊന്ന് ലോജിക്കലായിട്ട് ചെയ്യുന്ന മനുഷ്യന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്നല്ലല്ലോ യുദ്ധങ്ങൾ. അപ്പൊ യുദ്ധത്തിന് ചെയ്യാൻ തയ്യാറായ ഒരു രാജ്യം ഇറാൻ ഒരു മാക്സിമം ഡാമേജ് വിത്തിൻ വേറെ ആരെങ്കിലും അവരെ ഫോഴ്സ് ചെയ്ത് ഒരു സന്ധിയിലേക്കോ സംഭാഷണത്തിലേക്കോ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു 24 hours വിത്തിൻ ഇമീഡിയറ്റ് ആയിട്ട് നമ്മളത് കാത്തിരിക്കേണ്ടി വരും എന്നാണ് എന്റെ അഭിപ്രായം. ഓവർ ടു യു.